പ്രാവൻകൂട് ഷാപ്പ്. ഈ പടം റിലീസായ ദിവസം മുതൽ കാണണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെയിലറൊക്കെ റിലീസായപ്പോൾ നല്ല ഹൈപ്പായിരുന്നു. സൂപ്പർ ക്വാളിറ്റി ട്രെയിലർ, സ്റ്റോറി പ്രമൈസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ റിവ്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പം തന്നെ വേർഡ് ഓഫ് മൗത്ത് അങ്ങ് നെഗറ്റീവായിപ്പോയി. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരായാലും, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോറംസ് റെഡിറ്റിലൊക്കെ ആയാലും, പിന്നെ ന്യൂസ് പേപ്പേഴ്സിൽ വന്ന റിവ്യൂസ് ആയാലും, എല്ലായിടത്തും ഐദർ ഇറ്റ്സ് ആവറേജ് ഓർ ഓവറോൾ ഒരു നെഗറ്റീവ് ഫീലാണ് പടത്തിന് എല്ലാവരും പെയിൻറ്റ് ചെയ്തേക്കുന്നത്. കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ടെക്നിക്കലി ബ്രില്യൻറ്റ് ഫിലിമാണ്. പക്ഷേ ചിലവർ പറയുന്നത് ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ പറ്റിയില്ല, സ്റ്റോറി പോരാ, കോമഡി ഹിറ്റായില്ല, കുറേ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കൽ ബ്രില്യൻസ് എങ്കിൽ ടെക്നിക്കൽ ബ്രില്യൻസ് അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി ഈ പടം കണ്ട്. ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ 4-5 പേരുണ്ടായിരുന്നു. സിമിലർ ഒരു സ്റ്റോറി ഞാൻ റെഡിറ്റിൽ വായിച്ചായിരുന്നു. ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്ററിൽ പോയി. അവിടെ ഷോ സ്ക്രീൻ ചെയ്യാൻ തന്നെ റിഫ്യൂസ് ചെയ്ത്. കാരണം മിനിമം 10 ഓഡിയൻസ് മെമ്പേഴ്സെങ്കിലും വേണം. അപ്പം 10 ഓഡിയൻസ് മെമ്പേഴ്സ് പോലും കിട്ടാൻ പറ്റുന്നില്ല ഈ പടത്തിന്. കാരണം വേർഡ് ഓഫ് മൗത്ത് അത്ര മോശമാണ്. പക്ഷെങ്കിൽ ഗൈസ്, ഡു നോട്ട് ബിലീവ് ഓൾ ഓഫ് ദാറ്റ് ബുൾഷിറ്റ്, ബിക്കോസ് ഐ ലവ്ഡ് ദിസ് ഫിലിം. ആൻഡ് ഇഫ് യു ലൈക്ക് മീ ഇൻ 2 minds, ഇത് കാണണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ, go watch it. And this movie is brilliant, man. I loved it. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, I loved it. Technical brilliance is obviously there. That elevates the film to another level. അത് ടെക്നിക്കൽ ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ മൂവിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമാറ്റോഗ്രാഫി, ഷൈജു ഖലീദ് എടുത്ത സിനിമാറ്റോഗ്രാഫി. ഷൈജു ഖലീദ് പിന്നെ എന്ത് തൊട്ടാലും ഇറ്റ് ടേൺസ് ഇൻ ടു ഗോൾഡ്. ദി ഓവറോൾ കളേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫിലിം, ദ കളർ സ്കീം, ദ യൂസേജ് ഓഫ് ലൈറ്റ്, ഓവറോൾ പേസ്റ്റൽ കളർ സ്കീം യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത്, പിന്നെ നൈറ്റ് ഷോട്ട്സ്, കുറേ നൈറ്റ് ഷോട്ട്സ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് എന്താ പറയുന്നത്, കാണാൻ പാടായിട്ടോ അല്ലോ മേക്കൗട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, അത് അങ്ങനെയൊന്നുമില്ല. മിനിഞ്ഞാന്ന് ഞാൻ പോയി ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടായിരുന്നു, വുൾഫ്മാൻ വെയർവുൾഫ് റിലേറ്റഡ് ഒരു പടമാണ്. അപ്പോൾ അതും സ്വാഭാവികമായിട്ട് നൈറ്റ് ടൈം ഷോട്ട്സാണ് മെജോറിറ്റി. കാരണം ഈ വെയർവുൾഫുകളെല്ലാം രാത്രിയല്ലേ വരുന്നത്. അപ്പോൾ ആ പടം ഞാൻ ഈ കണ്ട സെയിം തിയേറ്ററിലാണ് അത് പോയി കണ്ടത്. സെയിം ഹോൾ നമ്പറും ആയിരുന്നു. അപ്പം ആ പടം ഞാൻ കണ്ടപ്പം ഞാൻ കുറേ സീൻസ് ആയപ്പോൾ ഐ വാസ് തിങ്കിങ് ഇൻ മൈ മൈൻഡ് കി ഇത് വിസിബിൾ അല്ലല്ലോ. മേ ബി അത് മനഃപൂർവ്വം മേക്കേഴ്സും ഡയറക്ടറും ഒക്കെ അങ്ങനെ ചെയ്തതാണ്. കാരണം നൈറ്റ് ടൈം ഫീൽ കൊടുക്കാൻ നമുക്ക് ശരിക്കും കാണുന്നില്ല, പക്ഷേ വെയർവുൾഫിന് നമ്മളെ കാണുന്നുണ്ട്, ആ ഫീൽ കൊടുക്കാനായിരിക്കും ചെയ്തത്. പക്ഷേ ഈ മൂവിക്കകത്ത് നൈറ്റ് ടൈം ഷോട്ട്സ് എടുത്തേക്കുന്നത് തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. രാത്രിയാണെന്ന് പറയുകയും ചെയ്യും, പക്ഷേ ബ്യൂട്ടിഫുൾ, ഒരു നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്ത്, അത് സ്കൈയുടെ ഒരു ഡാർക്ക് ബ്ലൂയിഷ് ഷൈനി ടിൻ്റ് ആയാലും, മരത്തിൻ്റെ ഗ്രീൻ കളർ വരെയും കാണാം, പക്ഷെങ്കിൽ രാത്രിയാണ്. അതാണ് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫിയുടെ മാജിക്. പിന്നെ ഡേ ടൈം ഷോട്ട്സ് ആണെങ്കിൽ പിന്നെ വേറെ ലെവൽ, ഒന്നും പറയണ്ട. പിന്നെ ഈ ഡോർസും വിൻഡോസിൻ്റെ ഇടയ്ക്ക് വന്ന് വരുന്ന ലൈറ്റ്സൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ്, സിനിമാറ്റോഗ്രാഫി ഇസ് ലൈക്ക് വേറെ ലെവൽ, മാൻ. അത് മൂവി നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ അത് മേലോട്ട് പോവും. ആസ് ദ മൂവി പ്രോഗ്രസ് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ്. ഇറ്റ്സ് ജസ്റ്റ് ക്രേസി, മാൻ. ആൻഡ് ദ സെക്കൻഡ് ബെസ്റ്റ് ആസ്പെക്ട് ഇസ് ദ കോൺഫ്ലക്സ് ഓഫ് മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ. നമ്മൾ ഇംപ്രസീവ് സിനിമാറ്റോഗ്രാഫിയൊക്കെ കണ്ടിട്ടുണ്ട്, വേറെ ടെക്നീക്സൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സീൻ ഇങ്ങനെ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു, അപ്പം മറ്റേ സീൻ ഇങ്ങനെ തുടങ്ങുന്നു. അങ്ങനത്തെ എഫക്ട്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക്, സൗണ്ടും ബ്ലെൻഡ് ആയിക്കൊണ്ട് പുതിയ സീൻ തുടങ്ങുമ്പം പുതിയ സീനിൻ്റെ സൗണ്ട് ഇങ്ങനെ മറ്റേ സൗണ്ടിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് ഇറങ്ങി വരുന്ന സൗണ്ട്. പിന്നെ ചില സീൻസ് ഉണ്ട്, ക്യാമറ ഇങ്ങനെ ക്യാരക്ടറിൻ്റെ മേളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സൂം ആവും, സൗണ്ടും അതിൻ്റെ കൂടെ സൂം ആവും. ഐ മീൻ ഇങ്ങനത്തെ എഫക്ട്സൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നോട്ടീസ് ചെയ്തേക്കുന്നത്. പിന്നെ എഡിറ്റ്സിൻ്റെ കൂടെ കട്ട് ചെയ്യുന്ന സൗണ്ട് ഡിസൈൻ,
ഇതിൻ്റെ ടെക്നിക്കൽ ടീം, അത് എഡിറ്റിംഗ് ടീം ആയാലും സൗണ്ട് ഡിസൈൻ ആരാ ചെയ്തത്? വിഷ്ണു ഗോവിന്ദാണ് ചെയ്തത്. വിഷ്ണു ഗോവിന്ദൻ ടീമാണ് ചെയ്തത്. എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി. ഇവരെല്ലാം മ്യൂസിക് വിഷ്ണു വിജയ്. ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കൽ ടീം ഈ മൂവിയുടെ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് ദി ഔട്ട്പുട്ട് ഈസ്, ഇറ്റ് എലിവേറ്റ്സ് ദ ഫിലിം ടു അനദർ ലെവൽ. ഇനി ഇതിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇതിൻ്റെ ജോണർ ഓഫ് ദ ഫിലിം ഒരു ഉടുനിറ്റാണ്. ഉടുനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം നടന്ന സീനിൽ കുറേ പേരുണ്ട്. ഈ കുറേ പേരിലാണ് ഒരാൾ ആ ക്രൈം ചെയ്തത്. അതൊരു എക്സ്റ്റേണൽ ആൾ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് ആരാണ് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ ക്രൈം ചെയ്തത്. ഹുഡനിറ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, ഹോളിവുഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നൈവ്സ് ഔട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയി മോസ്റ്റ് ഫേമസ് ആയിരിക്കുന്ന നൈവ്സ് ഔട്ട് മൂവി സീരീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെർക്യൂൾ പോയറോൻ്റെ മൂവി സീരീസ് ഉണ്ട്. എന്തുവാ, നമ്മുടെ ദ ഡെത്ത് ഓൺ ദ നൈലുണ്ട്. പിന്നെ നമ്മുടെ അലി ഫസലൊക്കെ അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഹാരി പോട്ടർ ചേംബർ ഓഫ് സീക്രറ്റ്സിൽ ഒരു പ്രൊഫസറായി വന്ന ആളാണ് ആ മൂവിയുടെ ഡയറക്ടർ. ഞാൻ പേര് മറന്നുപോയി. അപ്പം അതാണ് ഹുഡുനെറ്റ്. അപ്പോൾ ആ സെയിം ജോണറാണ്. ഒരു ഷാപ്പിൻ്റെ അകത്ത് ഒരു കൊല നടന്നിട്ടുണ്ട്. ഷാപ്പിൽ ഒരു 8-10 പേരുണ്ട്. ആ 8-10 പേരിൽ നിന്നാണ് ഒരാൾ ഈ കൊല ചെയ്തത്. ബേസിൽ ജോസഫ് ഒരു പോലീസ് ഓഫീസറാണ്, ഒരു SI ആണ്. പുള്ളി വന്ന് അന്വേഷിക്കുന്നത് ആരാണ് മർഡറർ. അങ്ങനെ ഒരു അടിപൊളി കോമഡി പ്ലസ് ത്രിൽ സസ്പെൻസ് മിക്സ് ചെയ്തെടുത്ത ഒരു സ്റ്റോറിയാണ്. എനിക്ക് സ്റ്റോറി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൻ്റെ കോമഡി ഒക്കെ ആണെങ്കിൽ വേറെ ലെവലാണ്. ഞാൻ തിയേറ്ററിൽ അങ്ങ് ഉറക്കെ ചിരിക്കുവാണ്. ലാഫ് ഔട്ട് ലൗഡ് കോമഡി മൂമെൻറ്റ്സ് ആണ്. ഈ കോമഡി എന്ന് വെച്ചാൽ ഇങ്ങനെ സിറ്റുവേഷണൽ കോമഡി അല്ല, ഡയലോഗ്സ് ത്രൂ കൺവേ ചെയ്യുന്ന കോമഡിയാണ്. സ്റ്റൂപ്പിഡ് ഡയലോഗ്സ്, പിന്നെ 2 ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കോൺവെർസേഷൻസ്, എസ്പെഷ്യലി പോലീസ് ഓരോരോ സസ്പെക്റ്റിനെ ഇൻട്രഗേറ്റ് ചെയ്യുമ്പം ഉണ്ടായി വരുന്ന കോൺവെർസേഷൻസ്, പോലീസ് ടീമിൽ തന്നെ ഉണ്ടാകുന്ന കോൺവെർസേഷൻസ്, SI കോൺസ്റ്റബിൾസിനോട് സംസാരിക്കുന്ന ആ കോൺവെർസേഷൻ, അങ്ങനെ കോൺവെർസേഷൻസിലൂടെ കൊണ്ടുവരുന്ന കോമഡിയാണ് ഫസ്റ്റ് ഹാഫിലും പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലും. ആൻഡ് ദിസ് കോമഡി വർക്ക്സ് മാൻ. I loved it. Maybe it's because I love silly dialogues and comedies, but it was really fun. പിന്നെ എന്ന് വെച്ചാൽ ആക്ടിങ്. ഈ പടത്തിൽ പിന്നെ ബേസിൽ, സൗബിൻ, ചെമ്പൻ, ശബരീഷ് ഇവരെക്കുറിച്ച് ഇവരിനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ചെയ്ത എല്ലാം അടിപൊളിയാണ് സംഭവം. പക്ഷേ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയേണ്ട 2 ആക്ടേഴ്സുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ഒന്ന് ശോഭിൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്ത ഒരു ആക്ട്രസ്സാണ്. പേരെന്താണ്, ഞാൻ മറന്നുപോയി. നമ്മുടെ ഡാർവിൻ്റെ പരിണാമം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ. അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തെ ഞാൻ കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഇപ്പം പണി എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയില്ലേ, അതിൻ്റെ അകത്ത് നമ്മുടെ ജോജുവിൻ്റെ ഫാമിലിക്കകത്ത് ഒരു ACP IPS ഓഫീസറില്ലായിരുന്നു ഒരു ലേഡി, പുള്ളിക്കാരത്തി. ആ ആക്ട്രസ്സാണ്. എന്താണ് പേര്, ചാന്ദിനി എന്നെന്തോ ആണ് പേര്, സോറി എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ചാന്ദിനി പ്ലേ ചെയ്ത ക്യാരക്ടർ ഷൗബിൻ്റെ വൈഫായിട്ട് പ്ലേ ചെയ്ത ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കോമഡി സീക്വൻസ് ഉണ്ട്, ഒരു ഫൺ കോമഡി സീക്വൻസാണ്. നല്ല അടിപൊളി ആക്ടിങ്ങാണ് ചെയ്തേക്കുന്നത്, എക്സ്പ്രഷൻസ് ഉള്ളത്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ ആർക്ക് നമുക്ക് ഈ മൂവിക്കകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ആൾക്കാരെന്തോ ആ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്യാരക്ടർ എന്തുവാ, ഒരു കംപ്ലീറ്റ് ആർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദി ആക്ട്രസ് ഹാസ് പുൾഡ് ഇറ്റ് ഓഫ് റിയലി വെൽ. പിന്നെ സെക്കൻഡ് ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടത് ശിവജിത്ത് എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. ഇതിൻ്റെ അകത്ത് ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്തേക്കുന്നത്. എന്തോറയാണ് നമ്മുടെ മാച്ചോ, ഒരു മാസ്കുലിൻ മാച്ചോ, ഒരു ബിൽട്ട്, ഒരു 6 അടി പൊക്കം ബിൽട്ടായ മനുഷ്യൻ. ഈ പുള്ളി ഇൻവോൾവ് ആയ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, വേറെ ലെവലാണ്.
വേറെ ലെവലാണ് ഫൈറ്റ് സീനൊക്കെ. നല്ല അടിപൊളി ഫൈറ്റ് സീൻ. ആ ഫൈറ്റ് സീൻസൊക്കെ ഷൈജു ഖലീദ് ഷൂട്ട് ചെയ്തേക്കുന്ന ഇങ്ങനെ വൺ ഷോട്ടായാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇൻവിസിബിൾ കട്ട്സൊക്കെ നമുക്ക് കാണാം. പക്ഷേ എന്തായാലും ആ ഫൈറ്റ് സീൻ നല്ല രസമായിരുന്നു. ഒരു ഇമ്മേഴ്സീവ് ഫൈറ്റ് സീനായിരുന്നു. ക്യാമറ ഒക്കെ ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് പോയി എടുത്ത ഫൈറ്റ് സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ആസ് എ വി ആർ ദെയർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ വളരെ ഇമ്മേഴ്സീവാണ്. ഞാൻ പറഞ്ഞത് ഈ മൂവി ഓവറോൾ ഒരു വെരി ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആക്ഷൻ സീക്വൻസ് ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫൈറ്റ് ആക്ഷൻ സീക്വൻസ്, ഒരു ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അടിപൊളി ചേസ് സീക്വൻസ് ആണ്. ഇത്രയും റിയലായിട്ട് ഫീൽ ചെയ്ത ഒരു ചേസ്, അതാണ് ഞാൻ പറഞ്ഞത്. ചേസ് സീക്വൻസ് ആയാലും ക്യാമറ ദൂരെയല്ല, ക്യാമറ ക്യാരക്ടറിൻ്റെയും ആ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെയും ഒത്തിരി ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെരി ഇമ്മേഴ്സീവ്, നമ്മളവിടെ ഉള്ള പോലെയാണ് നമ്മൾ തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മൂവിയുടെ ടെക്നിക്കൽ ബ്രില്യൻസ് വേറെ ലെവലാണ്. അത് ഓവറോൾ സിനിമ ഷൂട്ട് ചെയ്തതാണെങ്കിലും ആക്ഷൻ ചെയ്തതാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, കലൈ കിങ്സ്റ്റൺ ആണ് ആക്ഷൻ ചെയ്തേക്കുന്നത്. അടിപൊളി ആക്ഷനാണ്. ചേസ് സീക്വൻസൊക്കെ പൊളിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല ആൾക്കാർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതും പൊട്ടൻഷ്യൽ റീച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞ്. ഓക്കെ, ക്ലൈമാക്സിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല. പക്ഷെ ഞാനിപ്പോഴും ഇതെങ്ങനെ ഒരു പോയിൻ്റ് മാത്രം, പക്ഷേ ആ ഒരു പോയിൻ്റ് ഞാനെടുത്ത് മാറ്റിയാൽ വേറെ ഒരു കുഴപ്പമില്ല മൂവിക്ക്. എനിക്കിഷ്ടപ്പെട്ട്. ഇച്ചിരി ലോങ് ആണ്, 2.5 മണിക്കൂർ പ്ലസ് ആണ്. 3 മണിക്കൂറില്ല, 2.5-3 ഇടയ്ക്ക്. പക്ഷേ എനിക്ക് തോന്നിയില്ല അത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്തെന്ന്. കാരണം എനിക്ക് ഒട്ടും ഡ്രാഗ് ഫീൽ ചെയ്തില്ല. പിന്നെ എഡിറ്റ്സ്, സൗണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫി, ഐ വാസ് ഇമേഴ്സ്ഡ് ഇൻ ദി ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. നല്ല ഡോൾബി സൗണ്ടിൽ തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. ഇവിടെ നിന്നും ശബ്ദമൊക്കെ വന്നു. ചിലപ്പം ഈ ഫോണൊക്കെ റിംഗ് ടോൺ അടിക്കുമ്പം ഡോൾബി ആയതുകൊണ്ട് അവിടെ ദൂരെ നിന്നാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഓർക്കും ഇത് തിയേറ്ററിൽ ആരുടെയോ ഫോണാണെന്ന്. പക്ഷേ അത് മൂവിക്കകത്ത് നടക്കുന്നതാണ്. പക്ഷേ ആ ഓവറോൾ സൗണ്ട് എക്സ്പീരിയൻസ് ഇൻസൈഡ് എ ഡോൾബി തിയേറ്റർ. So that is why I would suggest you guys to go watch it in the theatres. നിങ്ങൾ എൻ്റെ കൂട്ട് ഡൈസി ആയിട്ടിരിക്കുകയാണോ, ഇത് കാണണോ വേണ്ടയോ, OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്റർ. This film deserves more love than what it's getting right now. So that is Praveen Sharp. I loved it. Super film. Praveen Sharp. ഈ പടം റിലീസായ ദിവസം മുതൽ കാണണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെയിലറൊക്കെ റിലീസായപ്പോൾ നല്ല ഹൈപ്പായിരുന്നു. സൂപ്പർ ക്വാളിറ്റി ട്രെയിലർ, സ്റ്റോറി പ്രമൈസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ റിവ്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പം തന്നെ വേർഡ് ഓഫ് മൗത്ത് അങ്ങ് നെഗറ്റീവായിപ്പോയി. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരായാലും, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോറംസ് റെഡിറ്റിലൊക്കെ ആയാലും, പിന്നെ ന്യൂസ് പേപ്പേഴ്സിൽ വന്ന റിവ്യൂസ് ആയാലും, എല്ലായിടത്തും ഐദർ ഇറ്റ്സ് ആവറേജ് ഓർ ഓവറോൾ ഒരു നെഗറ്റീവ് ഫീലാണ് പടത്തിന് എല്ലാവരും പെയിൻറ്റ് ചെയ്തേക്കുന്നത്. കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ടെക്നിക്കലി ബ്രില്യൻറ്റ് ഫിൽമാണ്. പക്ഷേ ചിലവർ പറയുന്നത് ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ പറ്റിയില്ല, സ്റ്റോറി പോരാ, കോമഡി ഹിറ്റായില്ല, കുറേ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കൽ ബ്രില്യൻസ് അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി ഈ പടം കണ്ട്. ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ 4-5 പേരുണ്ടായിരുന്നു. സിമിലർ ഒരു സ്റ്റോറി ഞാൻ റെഡിറ്റിൽ വായിച്ചായിരുന്നു. ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്ററിൽ പോയി. അവിടെ ഷോ സ്ക്രീൻ ചെയ്യാൻ തന്നെ റിഫ്യൂസ് ചെയ്ത്. കാരണം മിനിമം 10 ഓഡിയൻസ് മെമ്പേഴ്സെങ്കിലും വേണം. അപ്പം 10 ഓഡിയൻസ് മെമ്പേഴ്സ് പോലും കിട്ടാൻ പറ്റുന്നില്ല ഈ പടത്തിന്. കാരണം വേർഡ് ഓഫ് മൗത്ത് അത്ര മോശമാണ്. പക്ഷെങ്കിൽ ഗൈസ്, ഡു നോട്ട് ബിലീവ് ഓൾ ഓഫ് ദാറ്റ് ബുൾഷിറ്റ്, ബിക്കോസ് ഐ ലവ്ഡ് ദിസ് ഫിലിം. ആൻഡ് ഇഫ് യു ആർ ലൈക്ക് മീ ഇൻ 2 മൈൻഡ്സ്, ഇത് കാണണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ go watch it. And this movie is brilliant, man. I loved it. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, I loved it. Technical brilliance is obviously there. That elevates the film to another level. അത് ടെക്നിക്കൽ ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ മൂവിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമാറ്റോഗ്രാഫി, ഷൈജു ഖലീദ് എടുത്ത സിനിമാറ്റോഗ്രാഫി. ഷൈജു ഖലീദ് പിന്നെ എന്ത് തൊട്ടാലും ഇറ്റ് ടേൺസ് ഇൻ ടു ഗോൾഡ്. ദി ഓവറോൾ കളേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫിലിം, ദ കളർ സ്കീം, ദ യൂസേജ് ഓഫ് ലൈറ്റ്, ഓവറോൾ പേസ്റ്റൽ കളർ സ്കീം യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത്, പിന്നെ നൈറ്റ് ഷോട്ട്സ്, കുറേ നൈറ്റ് ഷോട്ട്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എന്താ പറയുന്നത്, കാണാൻ പാടായിട്ടോ
അല്ലോ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, അതോ അങ്ങനെ ഒന്നുമില്ല. മിനിഞ്ഞാന്ന് ഞാൻ പോയി ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടായിരുന്നു, വുൾഫ് മാൻ വെയർ വുൾഫ് റിലേറ്റഡ് ഒരു പടമാണ്. അപ്പോൾ അതും സ്വാഭാവികമായിട്ട് നൈറ്റ് ടൈം ഷോട്ട്സാണ് മെജോറിറ്റി, കാരണം ഈ വെയർ വുൾഫുകളെല്ലാം രാത്രിയല്ലേ വരുന്നത്. അപ്പോൾ ആ പടം ഞാൻ ഈ കണ്ട സെയിം തിയേറ്ററിലാണ് അത് പോയി കണ്ടത്, സെയിം ഹോൾ നമ്പറും ആയിരുന്നു. അപ്പം ആ പടം ഞാൻ കണ്ടപ്പം ഞാൻ കുറേ സീൻസ് ആയപ്പോൾ ഐ വാസ് തിങ്കിങ് ഇൻ മൈ മൈൻഡ് കി ഇത് വിസിബിൾ അല്ലല്ലോ, മേ ബി അത് മനഃപൂർവ്വം മേക്കേഴ്സും ഡയറക്ടറും ഒക്കെ അങ്ങനെ ചെയ്തതാണ്. കാരണം നൈറ്റ് ടൈം ഫീൽ കൊടുക്കാൻ, നമുക്ക് ശരിക്കും കാണുന്നില്ല പക്ഷേ വെയർ വുൾഫിന് നമ്മളെ കാണുന്നുണ്ട്, ആ ഫീൽ കൊടുക്കാനായിരിക്കും ചെയ്തത്. പക്ഷേ ഈ മൂവിക്കകത്ത് നൈറ്റ് ടൈം ഷോട്ട്സ് എടുത്തേക്കുന്നത് തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. രാത്രിയാണെന്ന് പറയുകയും ചെയ്യും, പക്ഷേ ബ്യൂട്ടിഫുൾ, ഒരു നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്ത്, അത് സ്കൈയുടെ ഒരു ഡാർക്ക് ബ്ലൂയിഷ് ഷൈനി ടിൻ്റായാലും മരത്തിൻ്റെ ഗ്രീൻ കളർ വരെ കാണാം, പക്ഷെങ്കിൽ രാത്രിയാണ്. അതാണ് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫിയുടെ മാജിക്. പിന്നെ ഡേ ടൈം ഷോട്ട്സ് ആണെങ്കിൽ പിന്നെ വേറെ ലെവൽ, ഒന്നും പറയണ്ട. പിന്നെ ഈ ഡോർസും വിൻഡോസിൻ്റെ ഇടയ്ക്ക് വന്ന് വരുന്ന ലൈറ്റ്സൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ്, സിനിമാറ്റോഗ്രാഫി ഇസ് ലൈക്ക് വേറെ ലെവൽ മാൻ. അത് മൂവി നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ അത് മേളിലോട്ട് പോവും. ആസ് ദ മൂവി പ്രോഗ്രസ് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ്. It's just crazy, man. And the second best aspect is the conflux of music and sound design. നമ്മൾ ഇംപ്രസീവ് സിനിമാറ്റോഗ്രാഫി ഒക്കെ കണ്ടിട്ടുണ്ട്, വേറെ ടെക്നീക്സൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സീൻ ഇങ്ങനെ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു, അപ്പം മറ്റേ സീൻ ഇങ്ങനെ തുടങ്ങുന്നു. അങ്ങനത്തെ എഫക്ട്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക്, സൗണ്ടും ബ്ലെൻഡ് ആയിക്കൊണ്ട് പുതിയ സീൻ തുടങ്ങുമ്പം പുതിയ സീനിൻ്റെ സൗണ്ട് ഇങ്ങനെ മറ്റേ സൗണ്ടിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് ഇറങ്ങി വരുന്ന സൗണ്ട്. പിന്നെ ചില സീൻസ് ഉണ്ട്, ക്യാമറ ഇങ്ങനെ ക്യാരക്ടറിൻ്റെ മേളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സൂം ആവും, സൗണ്ടും അതിൻ്റെ കൂടെ സൂം ആവും. ഐ മീൻ ഇങ്ങനത്തെ എഫക്ട്സ് ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നോട്ടീസ് ചെയ്തേക്കുന്നത്. പിന്നെ എഡിറ്റ്സിൻ്റെ കൂടെ കട്ട് ചെയ്യുന്ന സൗണ്ട് ഡിസൈൻ, ഇതിൻ്റെ ടെക്നിക്കൽ ടീം, അത് എഡിറ്റിംഗ് ടീമായാലും സൗണ്ട് ഡിസൈൻ ആരാണ് ചെയ്തത്? വിഷ്ണു ഗോവിന്ദാണ് ചെയ്തത്, വിഷ്ണു ഗോവിന്ദൻ ടീമാണ് ചെയ്തത്. എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി, ഇവരെല്ലാം. മ്യൂസിക് വിഷ്ണു വിജയ്. ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കൽ ടീം ഈ മൂവിയുടെ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് ദി ഔട്ട്പുട്ട് ഇറ്റ് എലിവേറ്റ്സ് ദ ഫിലിം ടു അനദർ ലെവൽ. ഇനി ഇതിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇതിൻ്റെ ജോണർ ഓഫ് ദ ഫിലിം ഒരു ഉടുനിറ്റാണ്. ഉടുനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, ആ ക്രൈം നടന്ന സീനിൽ കുറേ പേരുണ്ട്. ഈ കുറേ പേരിലാണ് ഒരാൾ ആ ക്രൈം ചെയ്തത്. അതൊരു എക്സ്റ്റേണൽ ആൾ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് ആരാണ് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ ക്രൈം ചെയ്തത്. ഹുഡുനിറ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, ഹോളിവുഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നൈവ്സ് ഔട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് മോസ്റ്റ് ഫേമസ് ആയിരിക്കുന്ന നൈവ്സ് ഔട്ട് മൂവി സീരീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെർക്യൂൽ പോയറോൻ്റെ മൂവി സീരീസ് ഉണ്ട്. എന്തുവാ നമ്മുടെ ദ ഡെത്ത് ഓൺ ദ നൈലുണ്ട്. പിന്നെ നമ്മുടെ അലി ഫസലൊക്കെ അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഹാരി പോട്ടർ ചേംബർ ഓഫ് സീക്രറ്റ്സിൽ ഒരു പ്രൊഫസറായി വന്ന ആളാണ് ആ മൂവിയുടെ ഡയറക്ടർ, ഞാൻ പേര് മറന്നുപോയി. അപ്പം അതാണ് ഹുഡുനിറ്റ്. അപ്പോൾ ആ സെയിം ജോണറാണ്. ഒരു ഷാപ്പിൻ്റെ അകത്ത് ഒരു കൊല നടന്നിട്ടുണ്ട്. ഷാപ്പിൽ ഒരു 8-10 പേരുണ്ട്. ആ 8-10 പേരിൽ നിന്നാണ് ഒരാൾ ഈ കൊല ചെയ്തത്. ബേസിൽ ജോസഫ് ഒരു പോലീസ് ഓഫീസറാണ്, ഒരു SI ആണ്. പുള്ളി വന്ന് അന്വേഷിക്കുന്നത് ആരാണ് മർഡറർ. അങ്ങനെ ഒരു അടിപൊളി കോമഡി പ്ലസ് ത്രിൽ സസ്പെൻസ് മിക്സ് ചെയ്തെടുത്ത ഒരു സ്റ്റോറിയാണ്. എനിക്ക് സ്റ്റോറി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൻ്റെ കോമഡിയൊക്കെ ആണെങ്കിൽ വേറെ ലെവലാണ്. ഞാൻ തിയേറ്ററിൽ അങ്ങ് ഉറക്കെ ചിരിക്കുവാണ്. ലാഫ് ഔട്ട് ലൗഡ് കോമഡി മൂമെൻറ്റ്സ് ആണ്. ഈ കോമഡി എന്ന് വെച്ചാൽ ഇങ്ങനെ സിറ്റുവേഷണൽ കോമഡി അല്ല, ഡയലോഗ്സ് ത്രൂ കൺവേ ചെയ്യുന്ന കോമഡിയാണ്. സ്റ്റൂപ്പിഡ് ഡയലോഗ്സ്, പിന്നെ 2 ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കോൺവെർസേഷൻസ്, എസ്പെഷ്യലി പോലീസ് ഓരോരോ സസ്പെക്റ്റിനെ ഇൻട്രഗേറ്റ് ചെയ്യുമ്പം ഉണ്ടായി വരുന്ന കോൺവെർസേഷൻസ്, പോലീസ് ടീമിൽ തന്നെ ഉണ്ടാകുന്ന കോൺവെർസേഷൻസ്, SI കോൺസ്റ്റബിൾസിനോട് സംസാരിക്കുന്ന ആ കോൺവെർസേഷൻ,
അങ്ങനെ കോൺവെർസേഷൻസിലൂടെ കൊണ്ടുവരുന്ന കോമഡിയാണ് ഫസ്റ്റ് ഹാഫിലും പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലും. ആൻഡ് ദിസ് കോമഡി വർക്ക്സ് മാൻ. ഐ ലവ്ഡ് ഇറ്റ്. Maybe it's because I love silly dialogues and comedies, but it was really fun. പിന്നെ പറഞ്ഞ് എന്ന് വെച്ചാൽ ആക്ടിങ്. ഈ പടത്തിൽ പിന്നെ ബേസിൽ, സൗബിൻ, ചെമ്പൻ, ശബരീഷ് ഇവരെക്കുറിച്ച് ഇവരിനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞ് പ്രത്യേകമായിട്ട് പറയേണ്ട 2 ആക്ടേഴ്സ് ഉണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ഒന്ന് ശോഭിൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്ത ഒരു ആക്ട്രസ്സാണ്. പേരെന്താണ് ഞാൻ മറന്നുപോയി. നമ്മുടെ ഡാർവിൻ്റെ പരിണാമം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ. അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തെ ഞാൻ കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഇപ്പം പണി എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയില്ലേ, അതിൻ്റെ അകത്ത് നമ്മുടെ ജോജുവിൻ്റെ ഫാമിലിക്കകത്ത് ഒരു ACP IPS ഓഫീസറില്ലായിരുന്നു ഒരു ലേഡി, പുള്ളിക്കാരത്തി. ആ ആക്ട്രസ്സാണ്. എന്താണ് പേര്, ചാന്ദിനി എന്നെന്തോ ആണ് പേര്, സോറി എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ചാന്ദിനി പ്ലേ ചെയ്ത ക്യാരക്ടർ ശോഭിൻ്റെ വൈഫായിട്ട് പ്ലേ ചെയ്ത ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം തന്നെ ഒരു കോമഡി സീക്വൻസ് ഉണ്ട്, ഒരു ഫൺ കോമഡി സീക്വൻസാണ്. നല്ല അടിപൊളി ആക്ടിങ്ങാണ് ചെയ്തേക്കുന്നത്, എക്സ്പ്രഷൻസ് ഉള്ളത്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ ആർക്ക് നമുക്ക് ഈ മൂവിക്കകത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ആൾക്കാരെന്തോ ആ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ആ ക്യാരക്ടർ എന്തുവാ, ഒരു കംപ്ലീറ്റ് ആർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദി ആക്ട്രസ് ഹാസ് പുൾഡ് ഇറ്റ് ഓഫ് റിയലി വെൽ. പിന്നെ സെക്കൻഡ് ഒരു സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടത് ശിവജിത്ത് എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ്. ഇതിൻ്റെ അകത്ത് ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്തേക്കുന്നത്. എന്തോറയാണ് നമ്മുടെ മാച്ചോ, ഒരു മാസ്ക്യുലിൻ മാച്ചോ, ഒരു ബിൽട്ട്, ഒരു 6 അടി പൊക്കം ബിൽട്ടായ മനുഷ്യൻ. ഈ പുള്ളി ഇൻവോൾവ് ആയ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേറെ ലെവലാണ് ഫൈറ്റ് സീനൊക്കെ. നല്ല അടിപൊളി ഫൈറ്റ് സീൻ. ആ ഫൈറ്റ് സീൻസൊക്കെ നമ്മുടെ ഷൈജുകരി ഇത് ഷൂട്ട് ചെയ്തേക്കുന്ന ഇങ്ങനെ 1 ഷോട്ടായാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇൻവിസിബിൾ കട്ട്സൊക്കെ നമുക്ക് കാണാം. പക്ഷേ എന്തായാലും ആ ഫൈറ്റ് സീൻ നല്ല രസമായിരുന്നു. ഒരു ഇമ്മേഴ്സീവ് ഫൈറ്റ് സീനായിരുന്നു. ക്യാമറ ഒക്കെ ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് പോയി എടുത്ത ഫൈറ്റ് സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ആസ് എ വി ആർ ദെയർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ വളരെ ഇമ്മേഴ്സീവാണ്. ഞാൻ പറഞ്ഞത് ഈ മൂവി ഓവറോൾ ഒരു വെരി ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആക്ഷൻ സീക്വൻസസ്, ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫൈറ്റ് ആക്ഷൻ സീക്വൻസ്, ഒരു ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അടിപൊളി ചേസ് സീക്വൻസ് ആണ്. ഇത്രയും റിയലായിട്ട് ഫീൽ ചെയ്ത ഒരു ചേസ്, അതാണ് ഞാൻ പറഞ്ഞത്. ചേസ് സീക്വൻസ് ആയാലും ക്യാമറ ദൂരെയല്ല, ക്യാമറ ക്യാരക്ടറിൻ്റെയും ആ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെയും ഒത്തിരി ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെരി ഇമ്മേഴ്സീവ്, നമ്മളവിടെ ഉള്ള പോലെയാണ് നമ്മൾ തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മൂവിയുടെ ടെക്നിക്കൽ ബ്രില്യൻസ് വേറെ ലെവലാണ്. അത് ഓവറോൾ സിനിമ ഷൂട്ട് ചെയ്തതാണെങ്കിലും ആക്ഷൻ ചെയ്തതാണെങ്കിൽ, ഇഫ് ഐ എം നോട്ട് റോങ്, കലൈ കിങ്സ്റ്റൺ ആണ് ആക്ഷൻ ചെയ്തേക്കുന്നത്. അടിപൊളി ആക്ഷനാണ്, ചേസ് സീക്വൻസൊക്കെ പൊളിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല ആൾക്കാർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതും പൊട്ടൻഷ്യൽ റീച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞ്. ഓക്കെ, ക്ലൈമാക്സിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല, പക്ഷെ ഞാനിപ്പോഴും ഇതെങ്ങനെ ഒരു പോയിൻ്റ് മാത്രം, പക്ഷേ ആ ഒരു പോയിൻ്റ് ഞാനെടുത്ത് മാറ്റിയാൽ വേറെ ഒരു കുഴപ്പമില്ല മൂവിക്ക്. എനിക്കിഷ്ടപ്പെട്ട്. ഇച്ചിരി ലോങ് ആണ്, 2.5 മണിക്കൂർ പ്ലസ് ആണ്, 3 മണിക്കൂറില്ല, 2.5-3 ഇടയ്ക്ക്. പക്ഷേ എനിക്ക് തോന്നിയില്ല അത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്തെന്ന്. കാരണം എനിക്ക് ഒട്ടും ഡ്രാഗ് ഫീൽ ചെയ്തില്ല. പിന്നെ എഡിറ്റ്സ്, സൗണ്ട് എല്ലാം അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫി, ഐ വാസ് ഇമേഴ്സ്ഡ് ഇൻ ദി ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. നല്ല ഡോൾബി സൗണ്ടിൽ തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. ഇവിടെ നിന്നും ശബ്ദമൊക്കെ വന്നു. ചിലപ്പം ഈ ഫോണൊക്കെ റിംഗ് ടോൺ അടിക്കുമ്പം ഡോൾബി ആയതുകൊണ്ട് അവിടെ ദൂരെ നിന്നാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഓർക്കും ഇത് തിയേറ്ററിൽ ആരുടെയോ ഫോണാണെന്ന്. പക്ഷേ അത് മൂവിക്കകത്ത് നടക്കുന്നതാണ്. പക്ഷേ ആ ഓവറോൾ സൗണ്ട് എക്സ്പീരിയൻസ് ഇൻസൈഡ് എ ഡോൾബി തിയേറ്റർ. So that is why I would suggest you guys to go watch it in the theaters. നിങ്ങൾ എൻ്റെ കൂട്ട് ഡൈസി ആയിട്ടിരിക്കുകയാണോ, ഇത് കാണണോ വേണ്ടയോ, OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ please go watch this in the theater. This film deserves more love than what it's getting right now. So that is Praveen Gudushapu. I loved it. Super film.